ആന്ധ്രാപ്രദേശിൽ പൊളിച്ചെടുക്കൽ തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം കൊയ്ത ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടി കേന്ദ്ര സർക്കാരിലും നിർണായക സ്വാധീനമുള്ള കക്ഷിയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമാവാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നപ്പോഴേ അപകടം മണത്തതാണ്. തന്നെ കുടുക്കിയ ജയിലിലടച്ച YSR നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയെ പാഠം പഠിപ്പിക്കുവാൻ ലക്ഷ്യമെന്ന് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അധികാരമേറ്റയുടൻ തന്നെ ചന്ദ്രബാബു നായിഡു പണി തുടങ്ങി. അല്ലെങ്കിൽ ജഗൻമോഹൻ രാഷ്ട്രീയം എന്തെന്ന് അറിയും മുമ്പ് രാഷ്ട്രീയത്തിന്റെ മറുകര നീന്തിക്കടന്നയാളാണ് ചന്ദ്രബാബു നായിഡു. YSR കോൺഗ്രസ് പാർട്ടി നിർമ്മിക്കുന്ന പ്രധാന ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കിക്കൊണ്ടാണ് തന്റെ പൊളിച്ചെടുക്കലിന് ചന്ദ്രബാബു നായിഡു തുടക്കമിട്ടിരിക്കുന്നത്. ഗുണ്ടൂരിലെ തടയിപ്പള്ളിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഓഫീസാണ് ശനിയാഴ്ച രാവിലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന മേഖല വികസന അതോറിറ്റി ഇടിച്ചു നിരത്തിയത്. കയ്യേറിയ സ്ഥലത്താണ് ഓഫീസ് നിർമ്മിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു നടപടി. രാവിലെ 5:30 കെട്ടിടം പൊളിച്ചത്. സംഭവത്തിന് പിന്നിൽ TDPയുടെ കുടിപ്പകയാണെന്ന് YSR CP ആരോപിച്ചു. കെട്ടിടം പൊളിക്കുന്നത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധി നിലനിൽക്കെ അതിനെ മറികടന്നുകൊണ്ടാണ് നടപടിയെന്നും YSR കോൺഗ്രസ് പത്രക്കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട്. ഇനി ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു യുഗമായിരിക്കുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. പാർട്ടി ഓഫീസ് മാത്രമല്ല, ഋഷിക്കൊണ്ട ഹിൽ പാലസും ഇരുവരും തമ്മിലുള്ള കുടിപ്പകയുടെ ഇരയാവാൻ പോകുന്നു. 500 കോടി രൂപ ചെലവഴിച്ചാണ് ജഗൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ ഔദ്യോഗിക ആഡംബര കൊട്ടാരം നിർമ്മിച്ചത്. 9.88 ഏക്കറിൽ കടലിന് അഭിമുഖമായി ഋഷിക്കൊണ്ട കുന്നുകൾക്ക് മുകളിലാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഹിൽ പാലസ് പണിഞ്ഞിരിക്കുന്നത്. 40 ലക്ഷം രൂപ വരുന്ന ബാത്ടബ്, 12 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ക്ലോസറ്റ് അടക്കമുള്ള ആഡംബര ശുചിമുറികൾ എന്നിങ്ങനെ ഈ ആഡംബര സൗധത്തിന്റെ വിശേഷങ്ങൾ നീളുന്നു. ഈ കൊട്ടാര സദൃശമായ കെട്ടിടത്തിന്റെ വിശേഷണങ്ങളോ ചിത്രങ്ങളോ പുറത്തുവിട്ടിരുന്നില്ല. ഭരണ തുടർച്ച കിട്ടുമെന്നും അതിനുശേഷം കെങ്കേമമായി ഉദ്ഘാടനം നടത്താം എന്നൊക്കെയായിരുന്നു ജഗന്റെ കണക്കുകൂട്ടൽ. എന്നാൽ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. അമരാവതിയിൽ തലസ്ഥാനമെന്ന നായിഡുവിന്റെ സ്വപ്നം പൊളിക്കാനും വിശാഖപട്ടണം തലസ്ഥാനമാക്കാനുമാണ് ജഗൻ രഹസ്യമായി ഈ സങ്കേതം ഒരുക്കിയതെന്നും ആക്ഷേപം വരുന്നുണ്ട്. എന്നാൽ നായിഡു അധികാരം പിടിച്ചതോടെ എല്ലാം തകർന്നു. TDP MLAയുടെ നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടാരത്തിനുള്ളിൽ കയറിയപ്പോഴാണ് അവിടെ ഒരുക്കിയ അത്യാഡംബര കാഴ്ചകൾ പുറത്തു വന്നത്. 12 ലക്ഷം കോടി കടത്തിൽ മുങ്ങി നിൽക്കുന്ന സംസ്ഥാനത്തെ ഈ ആഡംബരം വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ജഗനെ പൂട്ടാനുള്ള വടിയായി നായിഡു ഈ നിർമ്മിതിയെ ഉപയോഗിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. നായിഡുവിന്റെ താൽക്കാലിക വസതിക്കടുത്ത് ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി 9 കോടി രൂപ ചെലവിൽ പണിത പ്രജാവേദിക ജഗൻ അധികാരത്തിൽ വന്നപ്പോൾ പൊളിച്ചടുക്കിയിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ TDPക്കാരെ ജഗൻ നിരന്തരം വേട്ടയാടി. മാത്രമല്ല നായിഡുവിനെ പോലും ജയിലിലാക്കി. മുഖ്യമന്ത്രിയായിട്ടേ ഇനി സഭയിലേക്കുള്ളൂ എന്ന് ശപഥം ചെയ്ത നായിഡു ഒടുവിൽ മുഖ്യമന്ത്രിയായി. കേന്ദ്ര സർക്കാരിൽ നിർണായക സ്വാധീനമായി തിരിച്ചെത്തിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നത്.